എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം, ഇത് താൽക്കാലിക പരിഹാരം മാത്രമാണ്. കാരണം ഈ കുർബാന ക്രമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിക്കാതെ നിൽക്കുകയാണ്. രണ്ട് പക്ഷവും, അതായത് ഔദ്യോഗിക പക്ഷം പറയുന്നു അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, വിമതപക്ഷം പറയുന്നു അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. ബിഷപ്പ് ഹൗസിൽ പോലീസ് സാന്നിധ്യം കുറയ്ക്കുമെന്ന് എറണാകുളം പോലീസും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിക്ക് പ്രാർത്ഥനാ യജ്ഞം അവസാനിപ്പിച്ച് ബിഷപ്പ് ഹൗസിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് വൈദികർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സമവായത്തിലേക്കെന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയും സൂചനകൾ നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ പഠിക്കാൻ 1 മാസത്തെ സമയം ചോദിച്ചുവെന്നും പ്രശ്നരഹിതമായിരിക്കാനാണ് സഭ ആഗ്രഹിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് പ്രതികരിച്ചു. ഇതെല്ലാം പരസ്പര വിശ്വാസത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. ഇതെല്ലാം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 1 മാസത്തെ സാവകാശം ഞാൻ ചോദിച്ചു. വൈദികരത് വളരെ പോസിറ്റീവായിട്ടെടുത്തു. തുടർ ചർച്ചകൾ നടക്കും. വൈദികരുടെ പ്രാർത്ഥനായജ്ഞമൊക്കെ അവർ അവസാനിപ്പിക്കും. സംസാരത്തിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. ബിഷപ്പും സമരം 21 വൈദികരുമായിട്ടുള്ള സംസാരമായിരുന്നു. ഇത്രയും നേരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങളെ ബിഷപ്പ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് പ്രകാരം 1 മാസത്തിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ള രീതിയിൽ അവരെത്തിയിട്ടുണ്ട്. തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഇനി എന്താണ്. ഇന്നിപ്പോൾ 8 മണിക്ക് സമരം അവസാനിപ്പിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ബിഷപ്പ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്നാണ് വൈദികർ പറഞ്ഞിരുന്നത്. നോക്കാം എന്താണ് സംഭവിക്കുന്നത്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. തിയോഫിൻ, ഇന്ന് 8 മണിയോടുകൂടി ബിഷപ്പ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്നാണല്ലോ ഈ പ്രാർത്ഥനാ സമരം നടത്തിയിരുന്ന വൈദികർ പറയുന്നത്. ഒരു താൽക്കാലിക പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് സ്ഥിരമായ പരിഹാരവും സാധ്യതകളുമൊക്കെ ഇപ്പോഴും അകലെ തന്നെയല്ലേ? മനു, ഒരു ശാശ്വത പരിഹാരത്തിൻ്റെ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു പോക്ക്, അതിൻ്റെ ഒരു സൂചനയാണ് ഇന്നലെ ഉണ്ടായിരുന്ന ചർച്ച എന്നതാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഒരു പ്രശ്നങ്ങൾക്കെല്ലാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സംഘർഷങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് തമ്മിലുള്ള തർക്കങ്ങൾക്കുമൊക്കെ ഒരു താൽക്കാലിക വിരാമമായിരിക്കുന്നു എന്ന് പറയാം. കാരണം ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ നേതൃത്വത്തിലൊരു ചർച്ചയുണ്ടായത്. കാരണം ഈ സംഭവങ്ങൾക്ക് അതായത് സംഘർഷം ഉണ്ടാകുന്നതിന് മുൻപായി 21 വൈദികർ ഈ ബിഷപ്പ് ഹൗസിൽ ഒരു പ്രാർത്ഥനാ യജ്ഞത്തിന് തുടക്കമിട്ടിരുന്നു. ആ പ്രാർത്ഥനാ യജ്ഞം നടത്തിയിരുന്ന വൈദികരുമായാണ് ആർച്ച് ബിഷപ്പ് ചർച്ച നടത്തിയത്. കാരണം സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ ചർച്ചയായിട്ടില്ല. ഇതിന് തുടക്കമിട്ടത് കളക്ടർ വിളിച്ചു ചേർത്ത ഒരു യോഗമാണ്. കളക്ടറുടെ ക്യാമ്പ് ഹൗസിൽ ഇന്നലെ രാത്രി ഒരു യോഗം ചേർന്നിരുന്നു 7 മണിയോടുകൂടി. ആ യോഗത്തിൽ വൈദികരുടെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. ഈ ആർച്ച് ബിഷപ്പിനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ആർച്ച് ബിഷപ്പിന് തലശ്ശേരിയിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിനിധി അയച്ചു. പിന്നീട് കളക്ടർ ചർച്ച നടത്തിയത് ഈ സമവായത്തിലേക്ക് നീങ്ങാനുള്ള ഒരു പരമാവധി ശ്രമത്തിലായിരുന്നു. ചില കാര്യങ്ങൾ ആർച്ച് ബിഷപ്പിനോട് തന്നെ നേരിട്ട് ചോദിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഈ വൈദികർ ബിഷപ്പ് ഹൗസിൽ ഉണ്ടാകുമ്പോൾ അതിനകത്ത് പിന്നീട് ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ളൊരു ശ്രമമാണ് കളക്ടർ ഇടപെട്ട് നടത്തിയത്. കളക്ടർ നേരിട്ട് ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ എറണാകുളത്ത് നിന്ന് പോയ അദ്ദേഹം തൃശ്ശൂർ വരെ എത്തിയിരുന്നു. തൃശ്ശൂരിലെത്തി അദ്ദേഹം അദ്ദേഹത്തിന് അടിയന്തരമായി ചികിത്സയുടെ ആവശ്യമുണ്ടായിരുന്നു. ആ ചികിത്സയ്ക്ക് വേണ്ടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ചുമതലയേറ്റെങ്കിലും തലശ്ശേരിയിലേക്ക് അദ്ദേഹം പോയത്. പക്ഷേ തൃശ്ശൂരിലെത്തി അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വളരെ വേഗം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മടങ്ങി വരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ 10:30 മണിയോടുകൂടി അദ്ദേഹം മടങ്ങി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പ് ഹൗസിലെത്തുകയും ഈ വൈദികരുമായി ചർച്ച നടത്താൻ തയ്യാറാകുകയും ആയിരുന്നു. അപ്പോൾ വൈദികർ മുന്നോട്ട് വെച്ച ഒരു കാര്യം, ലോ ആൻഡ് ഓർഡർ വിഷയം, കേസ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഇന്നലെ ചർച്ച ചെയ്തത്. പക്ഷേ തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അധികാരികൾ ആരും തയ്യാറായില്ല. ഈ 21 വൈദികർക്ക് പറയാനുള്ളത് കേൾക്കണം. അവർ പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ മറ്റ് വൈദികരെല്ലാം അവിടെ നിന്ന് മാറാം. അതോടൊപ്പം തന്നെ കൂരിയ അംഗങ്ങളോ മറ്റാരും അതിനകത്ത് ചർച്ചയിൽ വേണ്ട. ഈ പരാതി പറയുന്ന വൈദികർ, ഇതുമായി ബിഷപ്പിനോട് നേരിട്ട് ആർച്ച് ബിഷപ്പിനോട് നേരിട്ട് പറയാൻ ആവശ്യമുള്ള വൈദികർ, അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നതാണ്. കേൾക്കണം എന്നത് മാത്രമായിരുന്നു അവർ മുന്നോട്ട് വെച്ച ആവശ്യം. അത് കളക്ടറുടെ മധ്യസ്ഥതയിൽ അതിലൊരു സമവായ ചർച്ചയിലേക്കുള്ള ഒരു വഴി തുറന്നു. അങ്ങനെ ആർച്ച് ബിഷപ്പ് മടങ്ങി വരികയും 10:30 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ ബിഷപ്പ് ഹൗസിലെത്തുകയും ചെയ്തു. പിന്നീടാണ് ചർച്ചയുണ്ടായത്. ആ ചർച്ച 21 പേരോട് ഓരോരുത്തർക്കും പറയാനുള്ളതെല്ലാം കേട്ട് ആർച്ച് ബിഷപ്പ് തനിക്ക് പറയാനുള്ളത് മുന്നോട്ട് വെച്ചു. അങ്ങനെ ഈ വിഷയം കൂടുതൽ പഠിച്ച് ഇത് എങ്ങനെ സമവായത്തിലേക്ക് ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം, പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാനുള്ളൊരു നീക്കം, അതിനു വേണ്ട ഒരു സമയം ചോദിച്ചിരുന്നു. 1 മാസത്തോളമുള്ള 1 മാസം ഏകദേശം ഒരു സമയം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരുന്ന 20-ാം തീയതി മറ്റൊരു ചർച്ച നടക്കാനുണ്ട്. അതിനു മുൻപായി തന്നെ ഈ ബിഷപ്പ് ഹൗസിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി ബിഷപ്പ് ഹൗസ് എല്ലാവർക്കും, കാരണം ബിഷപ്പ് ഹൗസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു, മറ്റുള്ളവർക്ക് ആർക്കും പ്രവേശനമില്ലാത്തൊരു
സ്ഥിതിയിലേക്ക് പോയിരുന്നു. അങ്ങനെ എല്ലാവർക്കും പ്രവേശനം നൽകാവുന്ന രീതിയിൽ ബിഷപ്പ് ഹൗസിൻ്റെ ഗേറ്റുകൾ തുറന്നിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അതിനു മുൻപായി തന്നെ പോലീസിനെ ഒഴിവാക്കും. അപ്പോൾ പരമാവധി പോലീസിനെ കുറയ്ക്കുക എന്ന നീക്കത്തിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് പോലീസും പോയിട്ടുണ്ട്. ഇന്ന് ഈ വൈദികർ, കാരണം ഇന്നലെ രാത്രി വൈകിയായിരുന്നു ചർച്ച, അതുകൊണ്ട് തന്നെ ബിഷപ്പിനോട് വൈദികർ മുന്നോട്ട് വെച്ച ഒരു കാര്യം രാവിലെ എല്ലാവരും മടങ്ങാം എന്ന തീരുമാനത്തിലായിരുന്നു. അങ്ങനെ രാവിലെ 8 മണിക്ക് മടങ്ങാമെന്ന ഒരു ധാരണയിൽ ഇരുകൂട്ടരും എത്തുകയും ബിഷപ്പ് അത് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ആർച്ച് ബിഷപ്പിൻ്റെ അനുവാദത്തോടു കൂടി വൈദികർ രാത്രി അവിടെ തുടരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ഇവിടെ നിന്ന് ബിഷപ്പ് ഹൗസിൽ നിന്ന് മടങ്ങാനുള്ള ഒരു തീരുമാനമാണ്. എല്ലാ പ്രാർത്ഥനായജ്ഞം മറ്റ് പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായി പോലീസ്, കാരണം ലോ ആൻഡ് ഓർഡർ വിഷയം പിന്നെ വരുന്നില്ല, അതുകൊണ്ട് ആ ക്രമസമാധാന പ്രശ്നം ഒഴിവാകുന്നത് കൊണ്ട് തന്നെ പോലീസ് പൂർണ്ണമായും ബിഷപ്പ് ഹൗസിൽ നിന്ന് മാറാനുള്ളൊരു തീരുമാനം. അങ്ങനെ വരുന്ന 20-ാം തീയതി വരുന്ന ചർച്ചയ്ക്ക് മുൻപായി പോലീസ് പൂർണ്ണമായും ബിഷപ്പ് ഹൗസിൽ നിന്ന് ഒഴിവാകുകയും അതോടൊപ്പം തന്നെ ബിഷപ്പ് ഹൗസിൻ്റെ ഗേറ്റുകൾ, ആ മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ ഉൾപ്പെടെയുണ്ട്, അതെല്ലാം ഒഴിവാക്കി എല്ലാവർക്കും പ്രവേശനം നൽകുന്ന രീതിയിൽ ബിഷപ്പ് ഹൗസിൻ്റെ ഗേറ്റുകൾ തുറന്നിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. 20-ന് ഒരു ഘട്ട ചർച്ച കൂടിയുണ്ട്. ഇത് അവസാന ചർച്ചയല്ല, കാരണം ഈ മാസം 20-ാം തീയതി വരുന്ന ചർച്ച. ഇന്നു മുതൽ ഒരു മാസത്തെ സമയമാണ് ആർച്ച് ബിഷപ്പ് ചോദിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഘട്ടം ഘട്ടമായി ഓരോ ചർച്ചകളായി നടത്തി പ്രശ്ന പരിഹാരത്തിലേക്കുള്ള ഒരു വഴി അത് തുറക്കാമെന്നുള്ളതാണ് വിഷയം. കേസുമായി ബന്ധപ്പെട്ട്, കാരണം വൈദികർക്കെതിരെ എടുത്ത കേസുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. കാരണം അത് പോലീസും ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയ സംഘർഷമുണ്ടായ വിഷയത്തിൽ വൈദികരുമായുള്ള വിഷയമാണ്. അത്തരം വിഷയങ്ങളൊന്നും ഇന്നലെ കളക്ടർ വിളിച്ചു ചേർത്ത ചർച്ചയിലോ ഇന്നലെ രാത്രി ബിഷപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിലോ വന്നിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ മേലുദ്യോഗസ്ഥരുടെ ഒരു നിലപാടും സർക്കാരിൻ്റെ തീരുമാനം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അതിലേക്കുള്ള നടപടികൾ. തൽക്കാലം ആർക്കെതിരെ നടപടികളും കാര്യങ്ങളും ഉണ്ടാകില്ല. ഒരു മാസത്തേക്ക് എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരു ശാന്തമായ സ്ഥിതിയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനം മാറുമെന്ന ഒരു ശുഭ പ്രതീക്ഷയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മനു, ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ. കാരണം ദൈവത്തിൻ്റെ പേരിൽ വഴിയിലിറങ്ങി അടികൂടുന്നത് അത്ര സുഖകരമായ ഏർപ്പാടല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.